പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ റെസ്റ്റിംഗ് ടൈമൊന്നും അധികം വേണ്ടാത്ത ഒരു മന്തിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 കിലോ ഉണ്ട്. ഞാനത് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മന്തിക്കൊരു മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 വലിയ കഷ്ണം പട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 8-10 ഗ്രാമ്പു, 8-10 ഏലക്ക, ഒരു ഇത്തിരി തക്കോലം കൂടി ഇട്ട് കൊടുത്തിട്ട്, ചെറിയൊരു പൂ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ചെറുതാക്കി ഒന്ന് ചൂടാക്കുക, ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 2 മാഗി ക്യൂബ്, 2 ക്യൂബ് ഇട്ട് കൊടുക്കുക, ഒരു 8-10 വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ സവാളയുടെ പകുതി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചി കാര്യങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും സെയിം അളവിൽ ഒരു ചെറിയൊരു കൈപ്പിടി എടുത്താൽ മതിയാവും. അത് നമ്മൾ ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുക്കുന്ന ഈ ഒരു മിക്സാണ് കേട്ടോ നമ്മുടെ മന്തിക്ക് ഒരു മസാലയും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തരുന്നത്. ചിക്കനും ടേസ്റ്റ് കൂടുന്നത് ഈ ഒരു അരപ്പാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക, നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ 2 മാഗി ക്യൂബ്, 2 ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുക. ടോട്ടൽ നമ്മളപ്പോൾ മാഗി ക്യൂബ് ഉപയോഗിച്ചേക്കുന്നത് 4 ക്യൂബാണ് കേട്ടോ, 1.5 കിലോ മന്തിക്ക്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് കേട്ടോ. പുളിയുള്ളതാകുമ്പോൾ മൊത്തത്തിൽ ഒരു പുളിപ്പരസം വരും. പുളിയില്ലാത്ത തൈര് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വലിയ പീസസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. നമ്മൾ 4 ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും, അതായത് 250 ml കപ്പ് ഉണ്ടല്ലോ, അതിൽ 1/4 കപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് 1.5 കിലോ റൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർക്കുന്നത്. നിങ്ങൾ 1 കിലോനാണെങ്കിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയ്ക്ക് ആകുമ്പോൾ ടേസ്റ്റൊക്കെ പക്ക മാറിപ്പോകും കേട്ടോ. ഇത്രയും നമ്മൾ ചേർത്തിട്ട് ഇത് ഒരു 10 മിനിറ്റൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതേപോലെ പരന്നിട്ടുള്ളൊരു പാത്രമോ നിങ്ങൾക്ക് കടായോ എന്ത് വേണമെങ്കിലും എടുക്കാം, ഫ്രൈ പാനോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൽ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ ഇതിൽ ഞാനൊരു ഏകദേശം 4-5 ടീസ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമ്മളൊന്ന് മുരിയിച്ചെടുക്കണം. ആ ഒരു സ്കിന്നിൻ്റെ കളറൊക്കെ ഒരു ഫ്രൈ ചെയ്തൊരു ലുക്കിൽ ഇങ്ങനെ വരും, മാറി മാറി വരും. മൊത്തത്തിൽ ഇതേപോലെ ഇങ്ങനെ കളർ ചെറുതായിട്ട് മാറി വരും. അങ്ങനെ ആയി കിട്ടിയാൽ മതി. ബാക്കി ഇതിൻ്റെ വേവൊക്കെ നമുക്ക് ദമ്മിടുന്ന സമയത്ത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ്, മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഞാനവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് നമുക്ക് വേവിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3-4 ഏലക്ക, ഒരു ഇത്തിരി പട്ട, ഒരു ഇത്തിരി ഗ്രാമ്പു, അതൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി, നമ്മൾ ഓൾമോസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉള്ള സമയം റെസ്റ്റിംഗ് ടൈമാണ് നമ്മുടെ അരി കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അരിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഓയിലാണ്. ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ബാലൻസ് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിന്ന് ഒരു 2-3 ടീസ്പൂണ് ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവോള, അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മളൊരു 2-3 ടീസ്പൂണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടില്ലേ, അപ്പോൾ ആ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള മസാലയാണ്. അതാണ് നമ്മൾ ഈ ഒരു സവോളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതാ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. 8 to 10 മിനിറ്റാണ് ഏകദേശം കറക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അരി ഒന്ന് പൊട്ടുന്ന പരുവുണ്ടല്ലോ, ആ ഒരു പരുവാണ് വേണ്ടത് കേട്ടോ. പിന്നെ ടൈം എല്ലാവർക്കും
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും, അരിക്കനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ അരി കടിക്കുന്ന ഒരു പരുവം 1/4 ഭാഗം വെന്തോന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഊറ്റിയെടുക്കുക. ഇതെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ വഴറ്റിയിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റും ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത ആ ഒരു മസാല മാത്രമാണ് കേട്ടോ. എക്സ്ട്രാ കളറൊന്നുമല്ല ചേർത്തേക്കണേ. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ആ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ മാറുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, കാരണം 1/4 ഭാഗമല്ലേ വെന്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഒരു ഓയിൽ ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു കുറച്ച് ഓയിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. ശേഷം ബാക്കിയുള്ള റൈസും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് 2 ലെയറായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് തട്ടി ഒപ്പാക്കി കൊടുക്കുക. ഇനി ബാക്കി നമ്മൾ ജസ്റ്റ് ഇതേപോലെ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട്. ഒരിക്കലും ഗ്യാസ് ഓഫ് ചെയ്യരുത്, അതിൻ്റെ ചൂട് കുറഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇടുന്നതും ഒക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അടുപ്പത്തായതുകൊണ്ട് അത്യാവശ്യം കനലുണ്ട്, തീ കത്തുന്നില്ല കേട്ടോ. കനലടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു 2-3 നമ്മുടെ പച്ചമുളക് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗളിൽ ഒരിത്തിരി നമ്മൾ ഇതുണ്ടല്ലോ ചിരട്ടയുടെ കനലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചാർക്കോൾ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ചിരട്ടയുടെ കനലാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ വെയിറ്റ് കയറ്റി വെച്ചിട്ട് അടിയിലുള്ള കനൽ കംപ്ലീറ്റ് നമ്മൾ മേലേക്ക് കോരിയിടും. അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനും എല്ലാം കരിഞ്ഞു കൂട്ടും. അപ്പോൾ അടിയിൽ അധികം കനലൊന്നും ഇടാണ്ട് മേലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കനലെല്ലാം കോരിയിടുക. ഇനി നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുക. അടുപ്പത്താണെങ്കിൽ കനൽ കംപ്ലീറ്റ് പാത്രത്തിൻ്റെ മേലെ കോരിയിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ അടച്ച് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നാൽ ചോറും വെന്തിട്ടുണ്ടാവും, അത്യാവശ്യം നമ്മുടെ ചിക്കനും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം റൈസൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് ആ ചിക്കനൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഇടുക. കാരണം നമ്മൾ മന്തിക്ക് സെപ്പറേറ്റ് ചിക്കൻ ഇങ്ങനെ മസാല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ മേലെ വെക്കുന്നതല്ല ഭംഗി. അതുകൊണ്ട് ആ ചിക്കൻ മാത്രം അങ്ങ് കോരി എടുത്തിട്ട് അടിയിൽ നമ്മൾ സവോളയും ക്യാപ്സിക്കം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മസാല ഉണ്ടാവും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഒരു മസാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു മസാലയും ഈ റൈസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് റൈസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ആ മസാലയും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് മേലെ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി മന്തിയാണ്. നിങ്ങൾ ആർക്ക് ഉണ്ടാക്കി കൊടുത്താലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ റൈസ് വേവിച്ച സമയത്ത് കുറച്ച് കുരുമുളക് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി വേവിക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യാം.